നെഗറ്റീവ് വോളികൾ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നല്ലേ ആ ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. അത് എനിക്ക് പറഞ്ഞേ പറ്റൂ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ആളുകളെ സംഘടിപ്പിച്ച് ടൂർ കൊണ്ടുപോകുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അന്ന് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട്. ആ സമയത്ത് പുരുഷന്മാർ ബാക്കിലിരിക്കുന്നു, സ്ത്രീകളെല്ലാം മുന്നിലിരിക്കുന്നു. ആ ഒരു സെറ്റിങ്സിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ഇവരുടെയൊക്കെ ബാഗ് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ബാക്കിൽ ഡിക്കിയിൽ വെക്കും സൗകര്യത്തിന് വേണ്ടി. അങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആദ്യം തന്നെ ബാഗ് തന്ന ഒരു സ്ത്രീ അവർ എനിക്ക് തരുമ്പം തന്നെ അവർക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തു വെച്ചിട്ടാണ് എനിക്ക് ബാഗ് തരുന്നത്. ആ സമയത്ത് ഞാനത് കൊണ്ടുവച്ചു. ബാക്കിയുള്ള 99 ബാഗും അവിടെ കൊണ്ടുവച്ചതിൻ്റെ ശേഷം ആ സ്ത്രീ ഓടി വന്നിട്ട് പറയുകയാണ്, മോനെ ആ ബാഗ് എനിക്ക് തിരിച്ചു വേണമെന്ന്. ഞാൻ ചോദിച്ചു എന്തിനാണ് ഇപ്പം, അതിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റിയതല്ലേ. അപ്പം അവർ പറയുന്നില്ല, എന്താന്ന് പറയുന്നില്ല. പിന്നീട് ഞാൻ ആ സ്ത്രീയെ സ്വകാര്യമായി കണ്ട സമയത്ത് ഇത് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് ബാക്കിലാണ് ഈ ബസ്സിൻ്റെ എഞ്ചിൻ, അതുകൊണ്ട് കത്തിപ്പോവാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് എന്ന്. എനിക്ക് പറയാനുള്ളത് എത്രത്തോളം നെഗറ്റീവായിട്ടാണ് ആളുകൾ ചിന്തിക്കുന്നത് അല്ലേ. ഇവരെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചിന്തിക്കപ്പെടുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാക്കിലെ എഞ്ചിൻ കത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ബസ് മൊത്തം കത്താൻ സാധ്യതയില്ലേ. അവർ തന്നെ ലോകത്തുണ്ടാവാൻ സാധ്യതയില്ല. ആ തരത്തിലുള്ള കോമൺ സെൻസ് പോലും ചിന്തിക്കാൻ ഇവർക്ക് കഴിയുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇവരല്ല ഇത് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇവരുടെ ബ്രെയിനാണ്, അല്ലെങ്കിൽ ഇവർ ബ്രെയിനിൽ കയറി കിടക്കുന്ന കാര്യങ്ങളാണ് ഇത്തരം ചിന്തകളിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നത് എങ്കിൽ ഫോൺ അഡിക്ഷൻ പോലെയുള്ള കാര്യങ്ങളിൽ എത്തരം അവസ്ഥയിലായിരിക്കും അവർ ജീവിക്കുന്നുണ്ടാവുക എന്നുള്ളതൊന്ന് ഓർത്തു നോക്കൂ.